അമൃതപുട്ടോ? അതിന് അമൃതപുട്ട് അമ്മ ഉണ്ടാക്കിയിട്ടില്ലേ? അമ്മ അരി അടപ്പത്തിട്ടതേന്നു. അമ്മ ഉണ്ടാക്കി തരാതെ. താഴത്താണ് പുട്ടും തൂക്ക് വല്യമ്മന്റെ അടുത്ത്. അത് താട്ടനോട് വാങ്ങിക്കൊണ്ടിരാൻ പറ. ശരി, അമ്മ ഉണ്ടാക്കി തരാട്ടോ. സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ രാവിലെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അരിയാണെങ്കിൽ നല്ല വേവുള്ള അരിയാണ്. എപ്പോഴോ ഒരുപാട് സമയമായി അരി അടപ്പത്തിട്ടിട്ട് വേവട്ടെ എന്ന് വിചാരിച്ചാണ്ട് വറക് അങ്ങനെ ഇട്ട് കത്തിക്കുന്നുണ്ട്. ഇപ്പോഴാണ് സംഗതി വെന്തത് കേട്ടോ. അപ്പോഴത്തേനും വിഷ്ണു സൂര്യമോൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് സ്കൂളില്ലല്ലോ, ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വിഷ്ണുവിന് ചായക്കടി ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമൃതപുട്ട് ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞ്, അമൃതപുട്ട് തിന്നട്ടോ എന്ന്. അമൃതപ്പൊടി സൂര്യമോൾക്ക് കിട്ടലില്ല കേട്ടോ. അത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുനിന്ന് കിട്ടിയതാണ്, അയൽവാസികളുടെ അടുത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. ഓൾ അമൃതപ്പൊടി വേണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ലേ, തന്നളാന്ന് ഞാനും പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അമൃതപ്പൊടി സൂര്യമോൾക്ക് കിട്ടുന്ന ഒരു കാലത്ത് അമൃതപ്പൊടീൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു കേട്ടോ. കുറേ അമൃതപ്പൊടി പാക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. 3 പാക്കൊക്കെ കിട്ടും കേട്ടോ മാസത്തിലൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ അച്ഛന് വലിയ ഇഷ്ടമാണ് കേട്ടോ അമൃതപ്പൊടിനോട് പുട്ടുണ്ടാക്കുന്നത് അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ അച്ഛനും അമ്മക്കും താട്ടനൊക്കെ തിന്നാലോ വിചാരിച്ചാണ്ട് ഇവിടെ വീട്ടിൽ കിട്ടുമ്പോൾ പാക്ക് ഉണ്ടാകുമ്പോൾ വീട്ടിലേക്കും കൊണ്ടുപോകും. അപ്പോൾ അമൃതപ്പൊടി ഓള് തന്നപ്പോൾ ഞാൻ പറയുന്ന കൊണ്ടുവന്ന് ചായക്കടിക്ക് ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം വിചാരിച്ചിരുന്നു. ഏതായാലും ഇത് ഈ തന്നതല്ലേ, അമൃതപ്പൊടി പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കിട്ടോ. ഇത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമുള്ളൂ. വിഷ്ണുവിന് വലിയ ഇഷ്ടമില്ലെങ്കിലും അവൻ തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യമോൾക്ക് വലിയ ഇഷ്ടമാണ് അമൃതപ്പൊടി പുട്ട്. അങ്ങനെ പുട്ടായിട്ടുണ്ട്. പിന്നെ ഇതാ രാവിലെ തന്നെ ഞാൻ ഉപ്പേരിക്കുള്ള പയറും കൈപ്പങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അത് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ വെക്കണില്ല, ആദ്യം കുളിയും തിരുമ്പലൊക്കെ കഴിയട്ടെ വിചാരിച്ചിട്ട് ഞാൻ കുളിക്കാനും തിരുമ്പാനൊക്കെ പോകാൻ വേണ്ടി നിൽക്കട്ടെ. മുറ്റാണെങ്കിൽ അടിച്ചു വാരിയിട്ടില്ല, മുറ്റും അടിച്ചു വാരാണ്ട്. ആ ഒരു സമയത്ത് വെള്ളം വന്നേന്നു കേട്ടോ. വെള്ളം നിന്നോ ഇല്ലയെന്നോ ഒന്നും അറിയില്ല. വെള്ളം കുറച്ച് സമയം മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് തിരുമ്പൽ ഒക്കെ കഴിച്ചാൽ അതങ്ങോട്ട് കഴിയും. അല്ലെങ്കിൽ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്താണ്ട് വേണം തിരുമ്പ് കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് വെള്ളം വരും, അതേപോലെ കുറച്ച് നേരം വരുള്ളൂ. അത് പിന്നെ ടാങ്കൊക്കെ ആക്കി വെക്കട്ടോ. എന്തായാലും മക്കളെ തിരുമ്പാനുള്ളതൊക്കെ ഞാൻ ബക്കറ്റിലാക്കി അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രമാത്രമല്ല തിരുമ്പാൻ, ഇനി ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ മുറ്റടിച്ചു വരട്ടെ വിചാരിച്ചാണ്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടാൻ ഇഷ്ടമാവുമല്ലോ എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. മഴക്കാറ് മൂടി ഇങ്ങനെ വന്നോണ്ട് തന്നെ മഴ പെയ്യോ എന്നുള്ളൊരു സംശയമായിരുന്നു. അങ്ങനെ മഴ പെയ്താൽ പിന്നെ രാവിലെ അലക്കണതൊന്നും ഉണങ്ങി കിട്ടൂലല്ലോ. അങ്ങനെ നോക്കി നിന്ന് എങ്കിലും ഇതാ മഴ ഒന്നും പെയ്യണില്ല കേട്ടോ. മഴക്കാറ് മാത്രമേ ഉള്ളൂ. നല്ല നീളമുള്ള ചൂലായതുകൊണ്ട് തന്നെ മുറ്റടിക്കാനൊക്കെ വലിയ ഉഷാറാണ് കേട്ടോ. വിഷ്ണു ഉണ്ട് അവിടെ. രാവിലെ തന്നെ ഒരു കമ്പ് കത്തിയെടുത്താണ്ട് വെട്ടിക്കൂട്ടി അവിടെ ആകെ ചമ്മല നിറച്ചിട്ടുണ്ട്. ഓനോട് ഞാൻ പോയി പല്ലേക്കാൻ പറഞ്ഞപ്പോൾ ഓൻ അവിടെ കൊച്ചു ടി വിയും കണ്ടിരിക്കുകയാണ്. മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓർക്ക് കുട്ടികൾക്ക് ചായ കൊടുക്കാൻ. ചമ്മലം കാര്യങ്ങളും ഇല്ലെങ്കിലും രാവിലെ മുറ്റടിക്കുക എന്നുള്ളൊരു ശീലം അതിങ്ങോട്ട് ശീലമാക്കിയാൽ മുറ്റം കാണാനൊരു വൃത്തിയാണ് അല്ലേ. രാവിലെയൊക്കെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ കയറി വരുമ്പോൾ ഇവിടെ കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത പോലെ മനസ്സിലും ഉണ്ടാവും കേട്ടോ. എന്തായാലും ഇന്നത്തെ മുറ്റടി കുറച്ച് നേരം വൈകിട്ട് തന്നെ കേട്ടോ. കാരണം എൻ്റെ ചോറും ചായയും കടിയൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ അലക്കാൻ ഇനിയും ഉണ്ട് എന്ന്. അത് മാത്രമല്ല കേട്ടോ, അതൊക്കെ നുള്ളിപ്പെറുക്കിതാ ഈ ഭാഗങ്ങളൊന്നും അടിച്ചു വരിയിട്ടില്ല കേട്ടോ. അടിച്ചു വരൽ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അലക്കാനുള്ളതൊക്കെ അവിടെ കൊണ്ടുപോയി ഇടട്ടെ, എന്നിട്ട് വേണം അടിച്ചു വാരാൻ വരിക എന്ന് വിചാരിച്ചിട്ടോ. മഴ പെയ്യുമ്പോഴത്തേന് ഇന്ന് ഞങ്ങൾ വണ്ടൂർ ഡോക്ടറെ അടുത്ത് പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നു കേട്ടോ. ഫാർമസിയിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. കോഴിക്കോടത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞിരുന്നു. വരികയാണെങ്കിൽ വിളിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു 2:30 ആയപ്പോൾ ഉണ്ട് വിളിക്കണ ഡോക്ടർ ഇന്ന് വരൂല, ഡോക്ടർക്ക് പനിയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയും പോയി. കാരണം നടുവേദനക്കൊക്കെ കാണിക്കണം നല്ലൊരു ഡോക്ടറാന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഹെൽത്ത് സെൻറ്ററിലേക്ക് ഇന്നലെ പോയിരുന്നു. ഇന്നലെ എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ഓഫാണ്.
അത് ഞാനായിട്ട് ഓഫാക്കിയതല്ല കേട്ടോ. കുറേ കൂട്ടുകാർ വിചാരിക്കും ഞാൻ ഓഫാക്കിയ അല്ല കേട്ടോ, അത് യൂട്യൂബ് മാം എന്നെ ഓഫാക്കിയതാണ്. പിന്നെ കഴിഞ്ഞൊരു പ്രാവശ്യം ഞങ്ങൾ ചെറിയൊരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയെന്നില്ലേ, അന്ന് മക്കളെ ഷൂ ഒന്നും പിന്നെ ഞാൻ കഴുകി വെച്ചിട്ടില്ലേന്നു കേട്ടോ. ഇതുപോലെ സ്കൂളിന് ഒഴിവുള്ള ദിവസങ്ങളിലാണ് ഞാൻ ബാഗും ഷൂവും ഒക്കെ ആയിട്ട് ചെരുപ്പുകളൊക്കെ അധികം കഴുകി വൃത്തിയാക്കി കൊടുക്കുക കേട്ടോ. അത് പുതിയത് കേട്ടോ. സ്ഥിരമായിട്ട് ഇടുന്നത് പിന്നെ വിഷ്ണു എന്നെ സ്ഥിരമായിട്ട് കഴുകും. അതേപോലെ സൂര്യമോളത്ത് പിന്നെ ഞാൻ ഉരച്ച് കൊടുക്കണം കേട്ടോ, അത് സ്ഥിരമായിട്ട് കഴുകുന്നതാണ്. എന്തായാലും ഇതൊക്കെ ഉരച്ച് നന്നാക്കി വൃത്തിയാക്കി, വെയിലുണ്ട്, ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്, വെയിലത്ത് വെക്കാൻ നോക്കട്ടെ. സൂര്യമോൾ ഇതാ എണീറ്റ് പല്ലേക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഓൾ ഇതാക്കണം, ഓൾ മുടിയൊന്നും കെട്ടിയിട്ടില്ല, ഇന്നലെ രാത്രി കെട്ടി കടന്നതാണ്. ഇനി അതൊക്കെ കെട്ടി കളിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞയക്കുള്ളൂ കേട്ടോ. അതിന് ശേഷം ഇതാ ഞാൻ അടുക്കളയിൽ വന്ന് ഉപ്പേരിക്കുള്ളത് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കൈപ്പങ്ങയും പയറാണ് ഉപ്പേരിന്ന്. മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതും കൂടെ കഴുകി വൃത്തിയാക്കട്ടെ എന്ന് കരുതി. ആദ്യം നമ്മൾ ഈ ബേസ് ഒന്ന് അരച്ച് വൃത്തിയാക്കണം. ബേസിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതന്നെ അഴുക്ക് വെള്ളമാണ്. അത് കളഞ്ഞിട്ട് നല്ല വെള്ളം പോയി കൊണ്ടുവരാൻ വേണ്ടി പോയെന്ന് കേട്ടോ. ഞാൻ പുറത്തേക്ക് പോയതായിരുന്നു. അങ്ങനെ കുറച്ച് നല്ല വെള്ളമൊക്കെ കൊണ്ടുവന്നു. ഇനി ഞാൻ മക്കൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കഴുകാൻ. അതൊക്കെ കഴുകി വൃത്തിയാക്കിയാണ്ട് ഈ വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാണ്ട് ഉപ്പേരിൻ്റെ അടുപ്പത്ത് അത് കുറച്ചും കൂടെ വേവാണ്ട് അതിൽ കുറച്ച് നാളികേരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് രസമല്ലേ. പിന്നെ അതാ പച്ചക്കറി വന്നേന്നു കേട്ടോ. അപ്പോൾ പച്ചക്കറി ഞാൻ കവറിൽ കൊണ്ടുവന്ന് വെച്ചാണ്ട് അതേപോലെ വെച്ച് കവറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ടൊന്നുമില്ല. ആദ്യം ഞാൻ ഈ പെരൻ്റെ ഉള്ളിലൊക്കെ അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു. അടുക്കളയിൽ ഒരുപാട് പൊടികളുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കിയിട്ട് വേണം പച്ചക്കറി അവിടെ കുടഞ്ഞാണ്ട് കൊട്ടയ്ക്ക് മാറ്റിയിടാൻ. ബുധനാഴ്ച പച്ചക്കറി വരും കേട്ടോ. പച്ചക്കറി ഞങ്ങൾ ഇതുവരെ വാങ്ങാതെ നിന്നിട്ടില്ല, കാരണം അതിൽ ഒരുപാട് വിലക്കുറവുള്ള പച്ചക്കറി തന്നെ കിട്ടുകൊണ്ട് നമുക്ക് അത് ഉപകാരം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അത് ഇന്ന് ഒരു 100 രൂപക്കോ 150 രൂപക്കായിട്ട് വാങ്ങും. അങ്ങനെ ഒരു മത്തൻ കഷ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചേന്നു കേട്ടോ, അത് കാണിക്കാൻ മറന്നു പോയതാണ്. അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണ്ടേ. നിങ്ങൾ ഈ ഫോണ് സൗണ്ട് ശരിയാക്കിയമ്മ. ചായക്കുള്ള വെള്ളം വെച്ചിട്ടുള്ളൂ. നിങ്ങൾ പിന്നെന്താ ചായക്കുള്ള വെള്ളം ആടെ ഉണ്ട് മുക്കിയെടുത്ത് പറഞ്ഞ. പിന്നെ അടുപ്പത്തുള്ളത് എന്താ? ഞാൻ അടുപ്പത്താണ്. ചായ ഇപ്പം വേണ്ട, കുറച്ച് കഴിയട്ടെ. ഇവിടൊക്കെ വിറക് കൊണ്ടെന്ന് വെച്ചമ്മ. ആ 3 നാളികേരമൊക്കെ എടുത്തോ കറിക്ക്? പിന്നെ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ നാളികേരം പൊളിച്ചേ? വെറുതെ എന്തിനാ നാളികേരം പൊളിച്ചത് എന്ന്? ഈ കാക്ക എന്നും വന്നിരിക്കും ഇവിടെ. ഇതാ ലമ്മ, ഈ കാക്ക എന്നും വന്നിരിക്കേ. ഞാൻ ഇന്നാളൊക്കെ വീഡിയോ എടുത്തപ്പോൾ ഈ കാക്കനെ ഉൾപ്പെടുത്തിക്കണ് ഞാൻ. കാക്കൊന്ന് ഇട്ടുകൊടുത്ത് അത് കൊണ്ടുപോകുക. ചെറുതല്ല, വലുതന്നെ. വരുന്നുണ്ട്, തിന്നാൻ വരുന്നുണ്ട്. സൂര്യ ഇട്ട് കൊടുക്കും അതിന്. എന്തേലും തിന്നുമ്പോ ഉണ്ടാലുണ്ട്, അപ്പൊ സൂര്യ ഇട്ട് കൊടുക്കും.
കാക്കകളെ എണ്ണം കൂടിപ്പോ. ഡോക്ടർമാരൊക്കെ കൊറോണക്ക് നോക്കിയ അവിടെ എന്താണ് ഉസാറാക്കിയത്. സൂര്യമോള് അംഗൻവാടിയിൽ നിന്ന് വിടാനാകുമ്പോത്തിന് അവിടെ തന്നെ എത്തണം. 2:45 പോകലേ. അവിടെ 3 ഒക്കെ എടുത്തില്ല അല്ലേ നാട്ടില് മണ്ണ് കൊണ്ടുപോയിട്ടാണ് ആ അവിടെ തന്നെ അറിഞ്ഞവിടെ തന്നെ അമ്മ ഒരു സൈഡില് 4 അപ്പൊ ആ മണ്ണ് എന്താണ് പിന്നെ അതാ ബക്കറ്റല്ലേ? ആർക്കും ഇത് പോകുന്നുണ്ട് കുറച്ച്. അപ്പൊ അത് കേൾക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആടപ്പല്ലേ. ഞാനിങ്ങനെ മനസ്സിൽ കരുതി അടപ്പാടെ പൊളിഞ്ഞാണ് അത് തേക്കണം. അതല്ല ഇവിടെ ഞാൻ മനസ്സിൽ കരുതി പോകാൻ പറയും. ഞാനെ പെയിന്റടിച്ചല്ല പെയിന്റടി ഇങ്ങനെ വർക്കിന്റെ അടിച്ചല്ലാന്ന് എന്താണാവോ തോന്നിങ്ങനെ വെറുതെ ഇട്ടടക്കാൻ. ഞാനേ പിന്നെ അതുകൊണ്ട് ആൾ വേറെ ഉണ്ടാവില്ല. അവിടെ ആള് മനസ്സിലാവും. ഒരു പൊട്ട് ചോദിച്ചിട്ടുള്ളൂ. ഇതിന്റെ ഇപ്പൊ 3 ഉണ്ട്. ഇതിന്റെ ഒപ്പം വെറുതെ അല്ല. അപ്പൊ ഇതിന് എത്ര പൈസ ഉണ്ടാവും? പിന്നെ വില കൂട്ടാതെ നിങ്ങൾ ഒട്ടിപ്പൊട്ടിടൂല? നിങ്ങൾ എങ്ങനത്തെ പൊട്ട പിന്നെ ഇടല്? ഇങ്ങനത്തെ പറ്റൂല തിന്നാന്. അത് ഞാൻ ഇത് നോക്കട്ടെ. എന്നാ ഒക്കെ നിനക്ക് വേണ്ടല്ലോ. ഞാൻ ഇടൂല. ഞാൻ ഒട്ടിപ്പൊട്ടി ഇടൂല. അതെടുത്തച്ചടീന്ന ഞാൻ പോന്നപ്പോ കമ്മലിന്റെ ഒരു കമ്മലോട് കൊഴിഞ്ഞാടി. വണ്ടിന്ന് പോന്നപ്പോ എന്നിട്ട് ഒരു കമ്മല് വാങ്ങി പോന്നു. ഒരു കമ്മലിന് വില വെച്ചു. നല്ല രസമുണ്ടായി. 100 റുപ്യാണ്. അപ്പൊ എനിക്ക് വേണ്ട. അത് തെരഞ്ഞാണ്ട് ഒരു 50 റുപ്യന്റെ കമ്മല്. വിഷ്ണു നേരെ വൈകുന്നേരമായി. കുളിക്കാൻ നോക്കിക്ക. കൊതുക് തിരിയോ? ആ കൊതുക് തിരി കത്തിക്ക്. വൈകുന്നേരമായ നിക്കാൻ കഴിയൂല. എന്തോരം കൊതുകുകളാണെന്നോ. വീട്ടിൽ പോയിക്കോളി ആദ്യേ. അതാ എന്തൊരു ചാട്ടാണ് അതൊക്കെ. വാങ്ങിക്കൊടുക്കാൻ നേരായി. വിഷ്ണുവിന് ചായ ഇട്ടില്ലോ? ഞാൻ വെള്ളോ? എനിക്ക് ചായ വേണ്ട. ഈ സൂര്യന്റെ ഒരു കാര്യം. ചായയും കുടിക്കൂല. വെള്ളതാ ഇവിടെ. വാ. പിന്നെ കുളിച്ചാണ്ട് ഇജ്ജിപ്പ അതിലൊക്കെ പോയിണ്. ആഹാ ആ തോട്ടില്. മീൻ പിടിച്ചാലില്ലെങ്കിൽ വൈകുന്നേരത്തൊന്ന് കുളിക്കണം കുഞ്ഞെ. മേലെ കിട്ടിയില്ലെങ്കിൽ ശരിയാവൂല. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മക്കളെ. ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ.